നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും പ്രതി. കട്ടിളപ്പടിയിലെ സ്വർണ്ണ കവർച്ച എ പത്മകുമാർ, കെ പി ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർ അടങ്ങിയ മുൻ ബോർഡിന്റെ അറിവോടെയെന്ന് എഫ്ഐആർ. പ്രതിയാക്കിയെങ്കിൽ കോടതിയിൽ മറുപടി പറയുമെന്ന് പത്മകുമാർ. 98 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെയെന്ന് PS പ്രശാന്ത്. കുറ്റക്കാർ ആരായാലും അകത്താകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. SIT ടീം സന്നിധാനത്ത് അന്വേഷണ നടപടി തുടങ്ങി. EDയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. സന്നിധാനത്ത് അമിക്കസ് ക്യൂറിയുടെ പരിശോധന. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. തുടർ നടപടി നിലച്ചതിൽ ദുരൂഹത. വിവേകിന്റെ പങ്കിന് വേണ്ടത്ര തെളിവില്ലാത്തത് കൊണ്ടെന്ന് EDയുടെ വിശദീകരണം. മകന്റെ സമൻസിനെക്കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ലെന്ന് സൂചന. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിരോധിച്ച് CPM. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ റൂറൽ SP. ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നും പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നും വിശദീകരണം. DGPക്ക് പരാതി നൽകി കോൺഗ്രസ്. മർദ്ദനമേറ്റ സാഹചര്യത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം തുടങ്ങി പോലീസ്. പേരാമ്പ്രയിൽ ചൊവ്വാഴ്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ LDF തീരുമാനം. ഷാഫി 2 ദിവസം കൂടി ആശുപത്രിയിൽ തുടരും. സംസ്ഥാനത്ത് ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഫ്ഗാൻ പാക് അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടൽ. നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി സൂചന. ഒരു ആക്രമണത്തിലും തിരിച്ചടിക്കാതിരിക്കാനാകില്ല എന്ന് താലിബാൻ. അഫ്ഗാന്റെ സൈനിക താവളം തകർത്തെന്നും പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നും അവകാശവാദം. പാക് പ്രകോപനം. ഇന്ത്യ അഫ്ഗാൻ ബന്ധം ശക്തമാകുന്നതിനിടെ ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മാക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി എത്തും. വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. സ്മൃതി മന്ദാനയ്ക്കും പ്രീതിക ട്രാവലിനും അർദ്ധ സെഞ്ചുറി. ഡൽഹി ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 270 റൺസ്. ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. കുൽദീപ് യാദവിന് 5 വിക്കറ്റ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്ത് FIR. രണ്ടാം FIRലാണ് എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ കൊണ്ടുപോയി സ്വർണ്ണമുരുക്കിയ കേസിലാണ് 8ാം പ്രതിപ്പട്ടികയിൽ ദേവസ്വം ഭരണസമിതി ഉൾപ്പെട്ടിട്ടുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ആദ്യ FIRലും കട്ടിളപ്പാളികൾ ഇളക്കിയത് 2ാമത്തെ FIRലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ FIRൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാണ്. 2ാമത്തെ FIRലാണ് 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തെ പ്രതിസ്ഥാനത്താണ് അന്നത്തെ ദേവസ്വം ഭരണസമിതി ചേർത്തിരിക്കുന്നത്. എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019 ഉണ്ടായിരുന്നത്. എന്നാൽ പേരുകൾ പ്രതിപാദിക്കുകയോ എത്ര പേരുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കട്ടിളപ്പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ കൃത്യമായ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കൂടെ പോയില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നും ഇതിന് ഭരണസമിതിയും കാരണമായി എന്നുമാണ് പറയുന്നത്. 2ാമത്തെ FIRലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2ാം പ്രതി അദ്ദേഹത്തിന്റെ കൂട്ടാളി കൽപേഷുമാണ്. 3ാം പ്രതി ദേവസ്വം കമ്മീഷണറും 4ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ദേവസ്വം വിജിലൻസും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും അന്വേഷണം നടത്തുമ്പോഴാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തുന്നുണ്ട്. കുറ്റവാളികൾ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും നിയമസഭയ്ക്കകത്തും പുറത്തും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം FIRനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നും അറിഞ്ഞിട്ടില്ല എന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറയേണ്ടടുത്ത് മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ സത്യസന്ധമായി നടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് കോടതിയിൽ അക്കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും.
എൻ്റെ ഭാഗത്തോ എൻ്റെ ഭരണസമിതിയുടെ കാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് തന്നെയാണല്ലോ ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു ബേജാറുമില്ല. പക്ഷേ ഇതിനകത്ത് പത്മകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒറ്റതിരിച്ച് ആക്രമിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. 2025 ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം പൂശാൻ കൊണ്ടുപോയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്. 1998 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കാണാതായ സ്വർണം മുഴുവൻ പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ബോർഡിൻ്റെ ആവശ്യം. താനാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടു നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇതിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരും. കുറ്റക്കാർ ആരായിരുന്നാലും നടപടിയെടുക്കും. സുതാര്യമായ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തുവരണം. ED അന്വേഷണം വരുമെന്ന അഭ്യൂഹങ്ങൾ സംബന്ധിച്ച ചോദ്യത്തോട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും VN വാസവൻ പ്രതികരിച്ചു. ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIRൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായി 6 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളിവരും. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാൽ X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെൻറ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല എന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഇത് വായിക്കാനോ പഠിക്കാനോ സമയം കിട്ടിയിട്ടുമില്ല. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാകും. 6 ആഴ്ച ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് 2 മുൻ പ്രസിഡന്റുമാർ 2 പേര് FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നറിയില്ല എന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി ഇളവള്ളി നന്ദൻ. പഴയ സ്വർണം പൂശിയ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്ത് ചെയ്തുവെന്ന് തനിക്കറിയില്ല. ഇളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാമെന്ന് അറിയിച്ചിട്ടും ബംഗളൂരിൽ നിർമ്മാണം നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പോറ്റിയാണ്. വിവാദങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിച്ചു. വാതിലിൽ മുള്ളാണി തറച്ചിരുന്നോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്നും മറ്റ് പ്രശ്നങ്ങളില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതെന്നും ഇളവള്ളി നന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ഡോറ് നമ്മൾ മരമെടുത്ത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. സാധാരണ നമ്മളിവിടെ ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതുള്ളൂ. ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ഡോർ വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. SIT സംഘം പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്തായിരിക്കും അന്വേഷണം.
ദ്വാരപാലക, ശില്പപ്പാളി, കട്ടിള എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന 2 കേസുകളിലായി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. നിലവിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയെ പ്രതിയാക്കിയിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രതി ചേർക്കുക. വേർതിരിച്ചെടുത്ത സ്വർണം ഒരു സുഹൃത്തിന് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഒരു സുഹൃത്തിന് കൈമാറിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മൊഴി. അതാരാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. SITയിൽ പുതുതായി ഉൾപ്പെടുത്തിയ അംഗങ്ങൾ ഉൾപ്പെടെ പല വിഭാഗങ്ങളായി തിരിഞ്ഞാകും അന്വേഷണം. വ്യത്യസ്ത ടീമുകളായി തിരിഞ്ഞ് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ED നീക്കം. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ECIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെപ്പറ്റിയും ED അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIR പകർപ്പ് ED ആവശ്യപ്പെടും. SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ED തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും പരിശോധിക്കും. ദേവസ്വം ബോർഡിനെതിരെയും സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട്. 2019 ബോർഡിന് വീഴ്ച പറ്റിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവരങ്ങളെല്ലാം EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല വിഷയത്തിൽ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. CBM അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വമുണ്ട്. പഴയ ബോർഡിന് മാത്രമല്ല, വസ്തുനിഷ്ഠമായ അന്വേഷണത്തിന് കേരളത്തിന് പുറത്തുള്ള ഏജൻസി വേണം. സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള പ്രഹസനം കാണിക്കുന്നു. BJP ആണ് മറുപടി പറയേണ്ടതെന്നും KC പറഞ്ഞു. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധന ഇന്ന് പൂർത്തിയാകും. അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദ്വാരപാലക ശില്പപാളികളാണ് അമിക്കസ് ക്യൂറി ഇന്ന് പരിശോധിച്ചത്. പരിശോധനയുടെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ പ്രതിനിധിയെയും സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ നാളെ പരിശോധന നടത്തും. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഇന്നലെ നടന്ന വിവരശേഖരണത്തിന്റെ തുടർച്ചയായാണ് ഇന്നും പരിശോധന നടക്കുന്നത്. സന്നിധാനത്ത് നിന്നും നവീകരണത്തിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കഴിഞ്ഞ മാസം തിരികെ എത്തിക്കുകയും ചെയ്ത ദ്വാരപാലക ശില്പത്തിലെ പാളികളുടെ പരിശോധനയാണ് ഇന്ന് നടന്നത്. 2019 നവീകരണത്തിനായി കൊണ്ടുപോയ പാളികളല്ല തിരികെ എത്തിച്ചത് എന്ന വ്യക്തമായ പശ്ചാത്തലത്തിൽ ഈ പാളികളുടെ പരിശോധന നിർണായകമാണ്. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി പ്രതിനിധിയെ സന്നിധാനത്തെത്തിച്ചിട്ടുണ്ട്. പാളികളിൽ കമ്പനി നടത്തിയ നവീകരണങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണിത്. ദേവസ്വം മഹസറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അമൂല്യങ്ങളായ വസ്തുക്കളെല്ലാം തന്നെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന പരിശോധനയും നടത്തി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം വിജിലൻസ് പ്രതിനിധി തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഗോൾഡ് സ്മിത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് ജസ്റ്റിസ് KT ശങ്കരൻ ഇന്നലെ മുതൽ പരിശോധനകൾ ആരംഭിച്ചത്. നാളെ ദേവസ്വത്തിൻ്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ കണക്കെടുപ്പ് നടത്തും. പരിശോധനയുടെ വിശദമായ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ EDയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു. പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതെന്നാണ് സൂചന. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. 2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ED സമൻസ് അയക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത്. സ്വപ്ന സുരേഷിനും സരിത്തിനും ED നോട്ടീസ് കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് സമൻസ് അയക്കുന്നത്. എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പേര് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചിരുന്നതാണ്. വിവേക് ഹാജരാകാതിരുന്നിട്ടും EDയുടെ തുടർ നടപടി നിരച്ചതിലെ ദുരൂഹത തുടരുകയാണ്. മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് വിവരം. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നുവെന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന്
ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതേസമയം വിഷയത്തിൽ ഇ ഡി തുടർ നടപടി സ്വീകരിക്കാത്തത് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി മൂലമാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ പ്രതികരിച്ച മന്ത്രി KN ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നു എന്നും സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ല എന്നും മന്ത്രി ചോദിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈന്തപ്പഴം, സ്വർണ്ണക്കടത്ത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എത്തിയെന്നും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്നും ഇത്രയും വർഷം വരാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വലിയ വാർത്തയായി വരുമ്പോൾ എന്താണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂ എന്നും മന്ത്രി പ്രതികരിച്ചു. അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നും അറിയാത്തൊരു കാര്യം ഒരു വാർത്ത വരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു വാർത്തയായിട്ടല്ലല്ലോ വരേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഈ 2-3 ആഴ്ചക്കകം വരും. ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷനാണ്. ഇലക്ഷന്റെ സമയത്താണല്ലോ, കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ബിരിയാണി ചെമ്പിനകത്ത്, പിന്നെ ഈന്തപ്പഴത്തിനകത്ത്, പിന്നെ ഖുറാനകത്ത് ഒക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എത്ര വാർത്തകളാ വന്നത്. എന്താ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്രയും ചില കാര്യങ്ങളും കഥകളും വരുന്നത്? എല്ലാ പ്രാവശ്യവും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യവും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. അത് ഓരോ കാര്യവും മറുപടി പറയാതെ പോകുന്നതല്ല. കോഴിക്കോട് പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞു. അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ഷാഫി പറമ്പിൽ MPയെ പുറകിൽ നിന്നും ലാത്തി കൊണ്ട് അടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ, എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MPനെ ഇവിടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ലാത്തിചാർജ് ചെയ്തിട്ടില്ല. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കോൺഗ്രസ് DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ല എങ്കിൽ റൂറൽ SPയുടെ വടകരയിലെ വീട് ഉപരോധിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. അക്രമത്തിനെതിരെ ഷാഫി പറമ്പിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പേരാമ്പ്രയിൽ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയെന്നാണ് LDFന്റെ വാദം. ഈ വരുന്ന 14-ന് LDF പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പേരാമ്പ്ര DYSP സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും റൂറൽ SP KE ബൈജുവിന് താക്കീത് നൽകണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം നടപടിയുണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ വടകരയിലെ വസതി ഉപരോധിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. കൊടിസുനിയേക്കാൾ മോശമാണ് റൂറൽ SP എന്നും നടപടിയെടുത്തില്ലെങ്കിൽ ഇന്നുവരെ കാണാത്ത സമരമായിരിക്കും ഉണ്ടാവുകയെന്നും DCC പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്ത പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SPയുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്ത പോലുള്ള പ്രതിഷേധമായിരിക്കും ആ പരിപാടി. എന്നാൽ ഷാഫിക്കെതിരെ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് LDFന്റെ വാദം. പേരാമ്പ്രയിൽ നടന്നത് MPയുടെ കയ്യേറ്റമാണെന്നും ഷാഫി പറമ്പിൽ വന്നതിനു ശേഷമാണ് പോലീസിനു നേരെ അക്രമം നടന്നതെന്നും LDF നേതാക്കൾ പറയുന്നു. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. അതിനിടെ ഇന്നലെ പേരാമ്പ്രയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 325 പ്രവർത്തകർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. ന്യായവിരോധമായി സംഘം ചേരുകയും പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാണ് FIR. സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദം കത്തിനിൽക്കുമ്പോൾ ഷാഫി വിഷയത്തിൽ തുടർ പ്രതിഷേധം വേണ്ട എന്ന നിലപാടും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കോഴിക്കോട്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
SFI നടത്തുന്നത് അഴിഞ്ഞാട്ടമാണെന്നും ഈ ആക്രമണത്തിന് പോലീസും സർക്കാരും സംരക്ഷണം നൽകുന്നുവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. SFIയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിച്ചാൽ പോലീസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി SFI കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും അഴിഞ്ഞാടുകയാണ്. ഈ പേരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷമെന്ന് പറയുന്നത് അവിടെ CKG കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 40 വർഷക്കാലമായി SFI അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു. UDFിൻ്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് SFIയുടെ മനോനില തകർന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്ക് ഭരണപരമായി അവർക്ക് ലഭിക്കുന്ന ഒരു പാട്രണേജാണ്, പൊളിറ്റിക്കൽ പാട്രണേജാണ്. ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടത്തി കഴിഞ്ഞാൽ അതിന് ഈ സർക്കാരും ഇവിടുത്തെ പോലീസ് സേനയും അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്നതിൻ്റെ ഒരു തെളിവുകളാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ കിടന്നിട്ട് അഴിഞ്ഞാടുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. മഴ കനത്തതോടെ ആലപ്പുഴ ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ഇന്ന് ആകെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയിലായതിനു പിന്നാലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നത്. 2 കാര്യങ്ങൾ സംബന്ധിച്ചും ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏതൊക്കെ കാര്യങ്ങൾ മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഈ സീറ്റ് വിഭജനത്തിന് തയ്യാറെടുക്കുക? രാജേഷ്, ഏറ്റവും പുതിയ വാർത്ത സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. NDAയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. BJPയും JDUവും 101 സീറ്റുകൾ വീതം മത്സരിക്കുമെന്നുള്ളതാണ്. LJP രാംവിലാസ് പാസ്വാന്റെ LJP 29 സീറ്റിൽ മത്സരിക്കും. രാഷ്ട്രീയ ലോക് മോർച്ച 6 സീറ്റിലും ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 6 സീറ്റിലുമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ അത് ഏകദേശ ധാരണ തന്നെയായിരുന്നു. അതിലൊരു സീറ്റ് മാത്രമാണ് മാറിയത്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 7 സീറ്റ് എന്നുള്ള ധാരണയിലേക്ക് എത്തി. പക്ഷേ ഒരു സീറ്റ്, അതായത് BJPയും JDUവും തുല്യ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിൽ HAMന്റെ ഒരു സീറ്റ് BJP എടുത്തുകൊണ്ട് തന്നെ 101 സീറ്റിൽ ഇരു പാർട്ടികളും മത്സരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു ക്രമീകരണം വന്നിട്ടുള്ളത്. അത്തരം പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് അത് ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി വൈകാതെ പുറത്തു വരും. ഇന്ന് തന്നെ ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിലുള്ള ക്രമീകരണം അല്ലെങ്കിൽ അത്തരം ചില നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലടക്കം പരീക്ഷിച്ച് വിജയിച്ചതാണ്. മന്ത്രിമാരെ അടക്കം മാറ്റിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ, അതായത് ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി കൃത്യമായ റിപ്പോർട്ടുകൾ തേടി അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ പോകുക. ആ നിലവിൽ നൽകിയിരിക്കുന്ന പാനൽ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് മുൻപേ തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വീട്ടിൽ അമിത്ഷാ എത്തിയിരുന്നു. അദ്ദേഹം രണ്ട് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുള്ളത്. ഏതായാലും ഏറെ വൈകാതെ തന്നെ BJP ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥി ബീഹാറിലാക്കിയിട്ടുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരും. രാജേഷ്, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. താലിബാൻ ആക്രമണത്തിൽ 15 പാക് സൈനികർ കൊല്ലപ്പെട്ടു. കാബൂൾ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് താലിബാന്റെ ആക്രമണം. അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയുംതോറും വഷളായി വരികയാണ്. പാക് അഫ്ഗാൻ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത്. ബഹ്റാംപൂർ ജില്ലയിലെ ഡുറന്റ് ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിനിടെയാണ് 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഹെൽമന്ദ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാകിസ്ഥാന്റെ 3 സൈനിക ഔട്ട്പോസ്റ്റുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാക് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് അഫ്ഗാൻ അറിയിച്ചത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഹെൽമന്ദ്, കാണ്ഡഹാർ, സാബൂൾ, പക്തിക, പക്തിയ, ഖോസ്റ്റ്,
നങ്കർഹാർ, കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. അതേസമയം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാനെ അസ്വസ്ഥമാക്കിയത്. അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്നാണ് ആരോപണം. താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് അഫ്ഗാൻ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മാക്രോണും സ്റ്റൈമറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുക്കുക. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക, മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈജിപ്തിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. അതിനിടെ ബന്ദി കൈമാറ്റത്തിൽ പ്രതീക്ഷയോടെ ഹമാസും ഇസ്രയേലും. ഗാസയിലേക്ക് സഹായവുമായി 100 കണക്കിന് ട്രക്കുകൾ എത്തിത്തുടങ്ങി. അതേസമയം ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനെ തുടർന്ന് ഗാസയുടെ വടക്കൻ മേഖലയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 5 ലക്ഷത്തിലധികം പാലസ്തീൻ പൗരന്മാർ മടങ്ങിയെത്തിയതായി പാലസ്തീൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ഗാസ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ഉച്ചകോടിക്ക് നരേന്ദ്രമോദിയെ അമേരിക്കയും ഈജിപ്തും ക്ഷണിച്ചിരുന്നു. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലുണ്ടായ വാഹന അപകടത്തിൽ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി പോകുന്നതിനും ഇടയിലാണ് അപകടമുണ്ടായത്. മരണത്തിൽ കെയ്റോയിലെ ഖത്തർ എംബസി ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റ 2 പേർ നിലവിൽ ഷാം എൽ ഷെയ്ഖ് ഇന്റർനാഷണൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. മാറക്കരയിൽ 14-കാരിയുടെ വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് പ്രതിശ്രുത വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയെ CWC ഏറ്റെടുത്തു. 2024-25 കാലയളവിൽ 18 ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ. മലപ്പുറം മാറാക്കര മരവട്ടത്ത് ഇന്നലെയാണ് 14-കാരിയുടെ വിവാഹ നിശ്ചയം നടന്നത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കാടാമ്പുഴ പോലീസ് കേസെടുക്കുകയായിരുന്നു. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെയാണ് കേസ്. കൂടാതെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത 10 പേർക്കുമെതിരെയും കേസുണ്ട്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. 14-കാരിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ പരിസരവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. നേരത്തെ ശൈശവ വിവാഹം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരം സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 2024-25 സംസ്ഥാനത്ത് ബാലവിവാഹങ്ങൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത 18 കേസുകളിൽ 10ഉം തൃശൂരിലാണ്. ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം. പശ്ചിമബംഗാളിൽ MBBS വിദ്യാർത്ഥി പീഡനത്തിനിരയായ സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്നും തൃണമൂൽ കോൺഗ്രസാണ് പീഡനത്തിന് പിന്നിലെന്നുമാണ് BJPയുടെ ആരോപണം. പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് TMC പറയുന്നു. അതിനിടെ സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പശ്ചിമബംഗാളിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥി കൂട്ട ബലാത്സംഗത്തിന് ഇരയായത്. IQCT മെഡിക്കൽ കോളേജിലെ ഒഡീഷ സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്കെത്തിയ വിദ്യാർത്ഥിയെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് ഇരയാക്കിയത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തും പോലീസ് നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നു. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ പോര് രൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നതിന്റെ ഉദാഹരണമാണ് സംഭവമെന്ന് BJP ആരോപിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ബംഗാൾ സർക്കാർ പരാജയമെന്നും ജീവൻ പണയം വെച്ചാണ് ബംഗാളിലെ സ്ത്രീകൾ കഴിയുന്നതെന്നും BJP ആരോപിക്കുന്നു. അതേസമയം രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള സമയമല്ല ഇതെന്നും അന്വേഷണം ശരിയായി മുന്നോട്ടു പോകുന്നുവെന്നും ബംഗാൾ മന്ത്രി ശശി പഞ്ച പറഞ്ഞു. ഒഡീഷയിലും മണിപ്പൂരിലും സ്ത്രീകൾക്കെതിരായ അതിക്രമം നടന്നപ്പോൾ BJPയും കേന്ദ്രമന്ത്രിമാരും എവിടെയായിരുന്നുവെന്നും മന്ത്രി ചോദിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
വിവാദങ്ങൾക്കൊടുവിൽ മുതിർന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു. ഇതാണ് എൻ്റെ ജീവിതം എന്ന ആത്മകഥ നവംബർ 3 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് EP ജയരാജന്റെ ആത്മകഥ ഏറെ വിവാദമായിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്ന പേരിൽ EP-യുടെ ആത്മകഥ പുറത്തിറക്കാൻ പോകുന്നതായി പ്രസാധകർ അറിയിച്ചതോടെയായിരുന്നു ഇതിന്റെയെല്ലാം തുടക്കം. അതിലെ ചില ഭാഗങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ പുസ്തകം തന്റെ അനുമതിയോടെയല്ല പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചതെന്നും അതിൽ വന്ന ഭാഗങ്ങൾ താൻ എഴുതിയതല്ലെന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ഇതിനിടെയാണ് ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ EP-യുടെ ആത്മകഥ പുറത്തിറങ്ങുന്നത്. പാപ്പിനിശ്ശേരി ഇരിണാവിൽ ജനിച്ച് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി വളർന്ന എടവൻ പുതിയ വീട്ടിൽ ജയരാജന്റെ സ്വകാര്യ പൊതുജീവിതമാണ് ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകത്തിലെ പ്രമേയം. നവംബർ 3 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകം പ്രകാശനം ചെയ്യും. അമൃത ന്യൂസ്, കണ്ണൂർ. ഹാൽ സിനിമയിലെ സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ. സെൻസർ ബോർഡിന്റെ നിലപാട് ശരിയായ പ്രവണതയല്ല. സാധാരണ കട്ട് പറയുന്ന സീനുകളിൽ അറിയാമെന്നും പക്ഷേ ഇപ്പോൾ അതുപോലെ മുൻകൂട്ടി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി. ഫിലിം ചേംബർ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല. ഇപ്പോൾ ബീഫ് കാട്ടാൻ പറ്റത്തില്ല, രാഗി കേട്ടാൻ പറ്റത്തില്ല, ഇങ്ങനത്തുള്ള നമുക്ക് കേട്ടാൽ അയ്യോ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ സ്വീകരിക്കും. അതുമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ചേംബർ ആണെങ്കിൽ അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം 4-5 സിനിമകൾ ഇപ്പോൾ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് വേണം സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ എടുത്തു വെച്ച സീനിൽ ഏതാണ് ആവശ്യമുള്ളത്, ഏതിനോടാണ് കട്ട് പറയുക അല്ലെങ്കിൽ ഏതിനോടാണ് മ്യൂട്ട് പറയുക എന്നുള്ളത് നമുക്കറിയത്തില്ല. ഭൂട്ടാനിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ SUV-കളിൽ പലതും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തവ. ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി നിരത്തുകളിലുണ്ട് എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതേസമയം ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത 3 SUV-കളുടെ ഉടമകളെ ഉടൻ ചോദിച്ചു. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പലതും ഇപ്പോഴും ആദ്യ ഉടമസ്ഥന്റെ പേരിലാണ്. ഇതാകട്ടെ വ്യാജവും. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് പലതും ആദ്യ ഉടമയുടെ പേരിലാണെന്നും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തതാണെന്നും വ്യക്തമായത്. ഡൽഹി, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ എന്നീ RT ഓഫീസുകളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയാണ് ഈ വാഹനങ്ങളിലേറെയും എത്തിച്ചത്. ഭൂട്ടാൻ വാഹനങ്ങൾ പലതും ഉടമയുടെ പേരിലേക്ക് മാറ്റാനാകാത്തവയാണ്. അതിനാൽ സ്വാഭാവികമായും ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല. അതേസമയം ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് കഴിഞ്ഞ ദിവസം 3 SUV-കൾ പിടിച്ചെടുത്തിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ മൂടിയിട്ട നിലയിലായിരുന്നു വാഹനങ്ങൾ. ഇതിൽ 2 നടൻ അമിത് ചക്കാലക്കലിന്റെയും 1 പാലക്കാട് സ്വദേശിയുടെയുമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതോടെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 43ആയി. അമിത് ചക്കാലക്കലിനെയും പാലക്കാട് സ്വദേശിയെയും ഉടൻ തന്നെ കസ്റ്റംസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വെട്ടിയെടുത്തതായി പരാതി. കാവിൽക്കടവ് ആളംപറമ്പിൽ സാഫ്രയുടെ ഉടമസ്ഥതയിലുള്ള മരമാണ് മുറിച്ചത്. 6-ാം വാർഡ് കൗൺസിലർ രഞ്ജിതയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. കാവിൽക്കടവ് ആളംപറമ്പിൽ സാഫറയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ഐനിമരമാണ് മുറിച്ചു കൊണ്ടുപോയത്. തന്റെ സമ്മതമില്ലാതെയാണ് മരം മുറിച്ചതെന്ന് സാഫിറ പറഞ്ഞു. നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. എന്നാൽ നഗരസഭാ ഓഫീസിൽ നിന്നും തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് സാഫിറ വ്യക്തമാക്കി. ഞങ്ങളോട് പോലും പറയാതെ മരം വെട്ടുകയും മരം വെട്ടി അതിന്റെ കഷ്ണങ്ങളൊക്കെ വിറ്റ് കാശെടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്നാൽ ഞങ്ങളോട് ഒന്നും പോലും ചെയ്തില്ല. അവര് ഇഷ്ടത്തിന് വെട്ട് വിൽക്കുകയാണ് ചെയ്ത. ബാക്കിയുള്ള കഷ്ണങ്ങളാണ് അവിടെ കൂട്ടിയിട്ടേക്കണത്. അന്നലെ അവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സാങ്ഷൻ വാങ്ങിയിട്ടാണ് വെട്ടിയതെന്നാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ ഒരു സാങ്ഷനും അവിടെ നിന്ന് കൊടുത്തിട്ടുമില്ല. അവിടെ ഒരാളുടെ പരാതിയും ഇതിനെപ്പറ്റി വന്നിട്ടില്ല എന്നാണ് പറയണത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരെ സാഫിറ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കായിക വാർത്തകൾ നോക്കാം. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരം തുടരുന്നു. ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 311 റൺസ് എടുത്തിട്ടുണ്ട്. പ്രതിക റാവൽ, സ്മൃതി മന്ദാന എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. സ്മൃതി മന്ദാന 80 റൺസും പ്രതിക റാവൽ 75 റൺസും എടുത്തു. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ
വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് 248 റൺസിന് അവസാനിച്ചു. ഇന്ത്യ ഉയർത്തി 518 റൺസിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 248 റൺസിന് ഓൾ ഔട്ടായി. 270 റൺസിൻ്റെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇന്ത്യ. ഫോളോ ഓൺ ചെയ്യുന്ന വിൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തിട്ടുണ്ട്. 5 വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവിൻ്റെയും 3 വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജയുടെയും മിന്നും പ്രകടനമാണ് വിൻഡീസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് 248 ഒതുക്കിയത്.